ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് അനാലിസിസ് വീഡിയോ ആണ്. നാളത്തേക്കുള്ള ഫ്രൈഡേയിലേക്കുള്ള മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. അതേപോലെ തന്നെ ഇന്നലെ നമ്മൾ പറഞ്ഞ മാർക്കറ്റിൽ നമ്മൾ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തോ എന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. അതേപോലെ ഇന്ന് എനിക്ക് വന്നിട്ടുള്ള ഒരു ചെറിയ എൻട്രിയും ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ലോജിക്കും ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അല്ലാതെ ഇന്ന് എനിക്ക് ഇത്ര പോയിൻറ്റ്സ് കിട്ടി എന്ന് ഞാൻ പറഞ്ഞിട്ട് പോകുന്നതല്ല. അത് എങ്ങനെ കിട്ടി, ഏത് രീതിയിലാണ് എനിക്ക് ആ എൻട്രി മോഡലിൽ നിന്ന് കിട്ടിയത് എന്നും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഞാൻ ഇന്ന് ഓൾമോസ്റ്റ് 1 വരെ മാർക്കറ്റ് ഉള്ളായിരുന്നു. കാരണം എനിക്ക് പുറത്തൊരു സ്ഥലം വരെ പോകണമായിരുന്നു. അതേപോലെ എനിക്ക് ക്ലാസ്സും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഈവനിങ്ങിലായിരുന്നു എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് പോകുന്നതിന് മുന്നേ ഞാൻ എടുത്തൊരു ട്രേഡിൻ്റെ ലോജിക്കായിരിക്കും ഇന്ന് പറയാൻ പോകുന്നത്. ആ ട്രേഡിൻ്റെ ലോജിക്ക് പറയുന്നതിന് മുമ്പേ നമുക്ക് കറക്റ്റായിട്ട് ഇന്നലത്തെ ദിവസം നമ്മൾ മാർക്കറ്റിൽ പറഞ്ഞ കുറച്ച് ലെവൽസ് മാർക്കറ്റ് ഇന്ന് റെസ്പെക്റ്റ് ചെയ്തോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ഔട്ട് ചെയ്യാം. ഇന്നലെ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞ 2 ലെവൽസ് ആയിരുന്നു മാർക്കറ്റിൽ. ഫസ്റ്റ് ലെവൽ അപ്പ് സൈഡിലോട്ടാണ് നമ്മൾ ഇന്നത്തെ ദിവസം ഇനി എൻട്രി പോകേണ്ടതെങ്കിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെച്ചൊരു ലെവലായിരുന്നു 23,169 എന്ന് പറഞ്ഞ ലെവൽ. അതേപോലെ ഡൗൺ സൈഡിലോട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെച്ചൊരു ലെവലായിരുന്നു 23,000 എന്ന് പറഞ്ഞ ഒരു ലെവൽ. 23,000 അല്ല, 23,087 എന്ന് പറഞ്ഞ ഒരു ലെവലായിരുന്നു. കാരണം ഈ ഒരു ലെവലിന് താഴെ ആയിരിക്കും മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ മോസ്റ്റ്ലി മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് വരാം. ഡൗൺ സൈഡിലോട്ടെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഏകദേശം ഈ ഒരു ലെവൽ 22,900 ലെവലൊക്കെ ബ്രേക്ക് ചെയ്ത് ഡൗൺ സൈഡിലോട്ട് വരാം. ആ ഒരു ഏരിയയിൽ 23,000 എന്ന് പറഞ്ഞൊരു ഇമ്പോർട്ടൻറ്റ് ലെവൽ അവിടെ നിൽപ്പുണ്ട്. കാരണം അതൊരു റൗണ്ട് നമ്പറാണ് 23,000 എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ലെവലിൽ നമുക്ക് ക്രൂഷ്യലായിട്ടൊരു ലെവലായിട്ട് നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ആയത് എവിടെയാണ്? നമ്മൾ പറഞ്ഞ അപ്പ് സൈഡിലും ഡൗൺ സൈഡിലും ഇടയിൽ എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് നോക്കിയാൽ ഇൻ ബിറ്റ്വീനിലാണ് മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തത്. എന്നിട്ട് നല്ലൊരു ഗ്രീൻ ക്യാൻഡലിനോട് കൂടി ആ ഒരു ഏരിയ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി മാർക്കറ്റ് ഇന്ന് ഫർദർ അപ്പ് സൈഡിലോട്ട് മൂവ് ചെയ്യാനായിരിക്കും ചാൻസ്. എന്നും പറഞ്ഞ് നമ്മളിത് ബ്രേക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എൻട്രികൾ പ്ലേസ് ചെയ്യുമോ? ഇല്ല. നമുക്ക് ഒരു എൻട്രി ക്രൈറ്റീരിയ വരണം. ഇല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് തന്നെ ആയിരിക്കും പോകുന്നത്. ഇപ്പോൾ നമുക്ക് മനസ്സിലായി മാർക്കറ്റ് ഇനി ഫർദർ അപ്പ് സൈഡിലോട്ട് മൂവ് ചെയ്യുന്നതായിട്ടായിരിക്കും കാണുന്നതെന്ന്. ഞാൻ അന്ന് അതേപോലെ പറഞ്ഞ ലെവലായിരുന്നു. ഈ ഒരു ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് സഡനായിട്ട് മാർക്കറ്റ് ഈ ഒരു ലെവലിലോട്ട് എത്താനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്രൂഷ്യൽ ലെവലാണെന്നും ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക. അങ്ങനെ മാർക്കറ്റ് ആ ഒരു ലെവലിനെ കുറേ സമയം ട്രേഡ് ചെയ്ത് ആ ഒരു ഏരിയ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇന്നലെ പറഞ്ഞ കറക്റ്റ് അതേ ഏരിയയിൽ മാർക്കറ്റ് കുറേ ടൈമിൽ മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് അവിടെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ എനിക്ക് എൻട്രി വന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയയിൽ രണ്ടാമത് വന്നപ്പോഴാണ്. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടാർഗറ്റ് ഹിറ്റായിട്ടില്ല. ഞാൻ വെച്ച ടാർഗറ്റും ഇന്നലെ പറഞ്ഞ അതേ ലെവലായിരുന്നു 23,300 എന്ന് പറഞ്ഞ ലെവലായിരുന്നു. പക്ഷേ ഞാൻ 23,300 വരെ ഞാൻ മാർക്കറ്റിൽ തന്നാലേ ഞാൻ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യുമെന്ന് ഞാൻ നിങ്ങളോട് പറയത്തില്ല. എല്ലാ പ്രാവശ്യവും ഞാൻ നിങ്ങളോട് പറയുന്നതാണ്, നമ്മുടെ ലെവൽസ് ഈ 2 ലെവൽസിനുള്ളിൽ മാർക്കറ്റ് നിൽക്കുന്ന സമയത്ത് മാർക്കറ്റ് ബുള്ളിഷാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഫുൾ പോർഷൻ നമ്മൾ ക്യാച്ച് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഒരിക്കലുമല്ല. നമ്മൾ ആ ഏരിയയിൽ നമ്മൾ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് നമുക്ക് എത്ര പോയിൻറ്റ്സ് നമുക്ക് മാക്സിമം ക്യാച്ച് ചെയ്യാൻ പറ്റും എന്ന് നോക്കുക. എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുമ്പോൾ മാർക്കറ്റ് ഈസ് ബുള്ളിഷ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനുള്ളിൽ നമുക്ക് അപ്പ് സൈഡിലോട്ട് വളരെ ചെറിയ പോയിൻറ്റ്സ് നമുക്ക് ക്യാച്ച് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് എൻട്രി പ്ലേസ് ചെയ്തത് ഈ ഒരു ഏരിയയിലായിരുന്നു. ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് വന്ന് ട്രേഡ് ചെയ്യും. കാരണം ഇവിടുന്ന് മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് ബ്രേക്ക് ചെയ്ത ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തപ്പോഴേ നമുക്ക് മനസ്സിലായി മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് മൂവ് ചെയ്യാൻ പോവുകയാണ്. നെക്സ്റ്റ് നമുക്ക് മനസ്സിലായി എന്താണ്, മാർക്കറ്റ് ഈ ഒരു ഏരിയയും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലായി മാർക്കറ്റ് ആ ഒരു ഏരിയയുടെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ മാർക്കറ്റ് നെക്സ്റ്റ് എയിം ചെയ്യുന്ന പോയിൻറ്റ് ഈ ഒരു ഏരിയ ആയിരിക്കാം, 23,300 എന്ന് പറഞ്ഞൊരു ഏരിയ ആയിരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, തിരിച്ച് മാർക്കറ്റ് ഈ ഒരു ബ്രേക്ക് ചെയ്ത ഏരിയയുടെ ഒരു ഡിസ്കൗണ്ട് ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞിട്ട് ഈ ഒരു ക്യാൻഡിൽസ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഞാനവിടെ ഒരു എൻട്രി പ്ലേസ് ചെയ്തു. ഞാനപ്പോൾ എത്ര പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റും എനിക്ക്? നേരത്തെ ഞാൻ ബുള്ളിഷാണ്, മാർക്കറ്റ് ബുള്ളിഷാണ് എന്ന് പറഞ്ഞ ലെവൽ വരെ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റും. ഏകദേശം 40 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ 0.5 ഡെൽറ്റ വാല്യുള്ള പ്രീമിയമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്തായിരിക്കും, നമുക്കൊരു ഏകദേശം ഇതിൻ്റെ 40യുടെ ഹാഫായിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 20 പോയിൻറ്റ്സ് ആയിരിക്കും നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് വരുന്നത്. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് ടാർഗറ്റായിട്ട് വെച്ച് എത്രയാണെന്ന് ഏകദേശം 94 എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് 100 എടുക്കാം. കാരണം ഈ ഒരു ഏരിയയൊക്കെ മാർക്കറ്റ് വളരെ മൊമെൻറ്റത്തോട് കൂടിയാണ് മാർക്കറ്റ് ടേക്ക് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ പ്രീമിയംസ് 100ലോട്ടൊക്കെ എത്താനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് 50 പോയിൻറ്റ്സും അതേപോലെ 20 പോയിൻറ്റ്സ് ആയിരുന്നു നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് കൺസിഡർ ചെയ്തത്. അപ്പോൾ
ഈ 2 ഏരിയ ആയിരുന്നു കൺസിഡർ ചെയ്തത്. പക്ഷേ നമുക്കിന്ന് ഫുൾ ടാർഗറ്റ് ഹിറ്റായോ? ഇല്ല. ഞാൻ പറഞ്ഞ എന്താണ്, ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് നിൽക്കുന്ന സമയത്ത് മാർക്കറ്റ് ബുള്ളിഷ് ആവാനുള്ള ചാൻസാണ്. അതേപോലെ തന്നെ ഞാൻ 1 വരെ ഈ ട്രേഡ് ഞാൻ ഹോൾഡ് ചെയ്തായിരുന്നു. ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓൾമോസ്റ്റ് ഒരു 40 പോയിൻറ്റ്സ്, ഓൾമോസ്റ്റ് 20 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റോട് കൂടി ഞാൻ ഇന്ന് 1 മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഇന്ന് വന്ന ട്രേഡ്. എന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾ കറക്റ്റായിട്ടുള്ളൊരു സ്റ്റോപ്പ് ലോസും ടാർഗറ്റും കൺസിഡർ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. സ്റ്റോപ്പ് ലോസ് നിങ്ങൾ കറക്റ്റായിട്ട് കൺസിഡർ ചെയ്യണം. കാരണം എന്താണ്, സ്റ്റോപ്പ് ലോസ് ഹിറ്റാക്കി നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുക, നമ്മുടെ ഈ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് എന്താണ്, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താനുള്ള കാരണം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി മാർക്കറ്റ് ഇതിന് മുകളിൽ നിൽക്കുമ്പോഴാണ് മാർക്കറ്റ് നമ്മുടെ അനാലിസിസ് രീതിയിൽ ഇന്നലെ പോസിറ്റീവ്. അപ്പോൾ ഇതിന് താഴെ മാർക്കറ്റ് വന്ന് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മാർക്കറ്റ് അപ്പോൾ ബെയറിഷായി, മാർക്കറ്റിൻ്റെ വ്യൂ അപ്പോൾ ബുള്ളിഷ് വ്യൂയിലോട്ട് നമുക്ക് നോക്കാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു ഇന്ന് എനിക്ക് വന്ന ട്രേഡും. ഇന്നത്തെ നമ്മുടെ ലെവൽസിന് മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തോ ഇല്ലയോ എന്ന് നമ്മൾ ഇപ്പോൾ കൺസിഡർ ചെയ്തു. ഇനി നമുക്ക് നാളത്തേക്കുള്ള ട്രേഡ്, നാളത്തേക്കുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ നാളത്തേക്കുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽസ്. അപ്പോൾ വളരെ കുറച്ച് ലെവൽസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഈ ലെവൽസ് എന്ന് പറഞ്ഞാൽ നല്ല ക്രൂഷ്യലായിട്ടുള്ള ലെവൽസാണ്. അപ്പോൾ നമുക്ക് നേരെ ലെവൽസിൻ്റെ കാര്യങ്ങളിലോട്ട് തന്നെ പോകാം. അപ്പോൾ ഫസ്റ്റ് ലെവലെന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. ഇന്നത്തെ മാർക്കറ്റ് ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ഉണ്ടാക്കിയ ഒരു ഹൈ ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 23,272 എന്ന് പറഞ്ഞൊരു ലെവലുണ്ട്. ആ ഒരു ലെവലിന് മുകളിൽ മാർക്കറ്റിന് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മാർക്കറ്റ് ബുള്ളിഷ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ മാർക്കറ്റ് മോസ്റ്റ്ലി ചെയ്യാൻ പറ്റുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയുടെ ഉള്ളിൽ നിന്ന് തന്നെ മാർക്കറ്റിന് ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് കാണിച്ചിട്ട് ഇന്നുണ്ടാക്കിയിരിക്കുന്ന ലോയുടെ താഴോട്ടൊക്കെ മാർക്കറ്റിന് ഈസിലി അക്കോംപ്ലിഷ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുമായിരിക്കാം. ഞാൻ ഒരിക്കലും ഇതൊരു 100% മാർക്കറ്റ് ഞാൻ പറയുന്ന രീതിയിലേ മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ടെന്നല്ല പറയുന്നത്. മാർക്കറ്റ് അൺടിൽ ആൻഡ് അൺലെസ് 23,272 എന്ന് പറഞ്ഞ ലെവല് ടേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രമേ മാർക്കറ്റ് ഇനി നമുക്ക് ബുള്ളിഷ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ മോസ്റ്റ്ലി ഒരു ഡിസ്കൗണ്ട് ഏരിയ മാർക്കറ്റ് ടേക്ക് ചെയ്തിട്ട് മോസ്റ്റ്ലി മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് 23,900 എന്ന് പറഞ്ഞാൽ 2-3 ഡേയ്സ് മുന്നേ മാർക്കറ്റ് ഉണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും താഴത്തെ ലോ ആയിട്ടുള്ള ലെവൽ ബ്രേക്ക് ചെയ്യാൻ വരെ മാർക്കറ്റിന് ചാൻസ് ഉള്ളൊരു ഏരിയ ആണിത്. അപ്പോൾ ഈ ഒരു ഏരിയക്കുള്ളിൽ പോയിട്ട് നിങ്ങൾ അപ്സൈഡിലോട്ടുള്ള എൻട്രി പ്ലേസ് ചെയ്യരുത്. ഈ ഒരു ഏരിയ ടേക്ക് ചെയ്ത് മാർക്കറ്റ് ഈ ഒരു ഏരിയയൊക്കെ ടേക്ക് ചെയ്ത് മാർക്കറ്റ് നിൽക്കുന്ന സമയത്ത് മാത്രം നമ്മൾ അപ്സൈഡിലോട്ടുള്ള എൻട്രികൾ പ്ലേസ് ചെയ്യുക. അപ്പോൾ അത്രയും കാര്യങ്ങളെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ലെവലായിട്ടുള്ള ഈ ലെവൽ, അതേപോലെ ഡൗൺ സൈഡിലോട്ടാണ് നിങ്ങൾ ട്രേഡ് എടുക്കുന്നത്. മോസ്റ്റ്ലി ചിലപ്പോൾ മാർക്കറ്റ് നാളെ തന്നെ പെട്ടെന്ന് ഈ ഒരു ലെവലിന് താഴേക്ക് വന്ന് ഡൗൺ സൈഡിലോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഡൗൺ സൈഡിലോട്ട് ജസ്റ്റ് ഈ ഒരു 2 ലെവൽസിനുള്ളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു ലെവലിനെ കൺസിഡർ ചെയ്യുക. 23,200 എന്ന് പറഞ്ഞ ലെവലാണ്. ആ ലെവലിനെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ കൺസിഡർ ചെയ്ത് വെക്കുക. അതേപോലെ ഡൗൺ സൈഡിലോട്ട് ഈ 23,200 ഒക്കെ ടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് വളരെ പെട്ടെന്ന് തന്നെ ചിലപ്പം ഈ ഒരു ലെവലിലോട്ട് എത്തുന്നതായിട്ട് കാണാൻ പറ്റും. 23,92 എന്ന് പറഞ്ഞ ലെവലിലോട്ട് മാർക്കറ്റ് എത്തുന്നതായിട്ട് കാണാൻ പറ്റും. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്ന കണക്ക് തന്നെ നമ്മുടെ എയിം എന്ന് പറയുന്നത് ഈ ഒരു ഫുൾ പോയിൻറ്റ്സ് ക്യാച്ച് ചെയ്യാനല്ല. നമ്മുടെ എയിം ഈ ഒരു ഇടയിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നമുക്കുള്ള വ്യൂ എന്താണ്, മാർക്കറ്റ് മോസ്റ്റ്ലി ഡൗൺ സൈഡിലോട്ട് എത്താനുള്ള വ്യൂ ആയിരിക്കും നമുക്ക് കൂടുതൽ. അപ്പോൾ നമ്മൾ മോസ്റ്റ്ലി എന്ത് ചെയ്യണം, ഈ സൈഡിലേക്കുള്ള എൻട്രികൾ പ്ലേസ് ചെയ്യുക, കറക്റ്റായിട്ടുള്ള പ്രീമിയംസ് സെലക്ട് ചെയ്യുക. ഏത് പ്രീമിയത്തിനായിരിക്കാം കൂടുതൽ മൂവ്മെൻറ്റ്സ് സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് ഇങ്ങോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ മാർക്കറ്റ് ഈ ഏരിയ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്താൽ മാത്രം മാർക്കറ്റിന് അപ്പ് സൈഡിലോട്ടുള്ള ലെവൽസിലോട്ടും എത്തുന്നതായിട്ട് കാണാൻ പറ്റും. ഇതിനിടയിൽ കുറേ സ്വിങ്ങുകളുണ്ട്. ഇതൊരു സ്വിങ്ങാണ്. നമുക്ക് ഈ ഒരു ഏരിയാസൊക്കെ നോക്കി വെക്കുക. ആ ഏരിയാസൊക്കെ നിങ്ങളുടേതായ രീതിയിൽ കണ്ടുപിടിക്കുക. അപ്പോൾ ഇത്രയും വരെ കണ്ടിട്ടുള്ളവർ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഈ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുന്ന കാര്യം ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു യൂസും ഇല്ല. കാരണം ആൾക്കാർ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതിനും നമുക്ക് ആ സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടൊരു യൂസ് ഇല്ല. കാരണം അവർ മോസ്റ്റ്ലി ഓക്കെ ഞാൻ വൺ ടൈമായിട്ട് ക്ലിക്ക് ചെയ്ത് എന്താണ് കാര്യമെന്ന് പോലും മനസ്സിലാക്കാതെ ഓക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ ഇവിടം വരെ കണ്ട് നിങ്ങൾ മാർക്കറ്റിനെ കുറിച്ച് മനസ്സിലാക്കിയെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിയ കണക്ക് നിങ്ങൾക്ക് അറിയാവുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. അതേപോലെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ മാക്സിമം നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഞാൻ മോസ്റ്റ്ലി എല്ലാവർക്കും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗൈസ്. ബൈ.